എന്റെ മകൻ വിഷ്ണുവിനെ കൊന്നവളാ നീ. അതുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ എന്തോന്ന് ഭ്രാന്തായി പറയുന്നേ? വിഷ്ണു അല്ലേ നിൽക്കുന്നേ? പിന്നെ വിഷ്ണുവിന് ആരും ഒന്നും നന്ദി പറയുന്നേ? രാഘവേട്ട, രാഘവേട്ടൻ ഓർമ്മക്കുറവില് പറയുന്നതാ. ഞാൻ പക്ഷെ നല്ല ഓർമ്മയോടും നല്ല ബോധത്തോടും കൂടി പറയാ, നീ ഇതിനകത്തേക്ക് കയറരുത്. അല്ല സത്യമേ, നീ ഇവിടുത്തെ ഡ്രൈവറാ. നീ ആ സ്ഥാനത്ത് നിന്നാ മതി, മനസ്സിലായല്ലോ? കുടുംബകാര്യങ്ങളിലെ ഇടപെടണ്ടെന്ന്. ഭാമേ, നിനക്ക് നോട്ടായോ? ഇവ നിനക്ക് വെറും ഡ്രൈവർ അല്ലയോ? നിനക്കും വെറും ഡ്രൈവർ ആയിരിക്കും. പക്ഷേ ഇവ കൊണ്ടല്ലോ, ഇവക്കേ ഇവനെല്ലാമാ. ഒരു മനസ്സും രണ്ട് ഹൃദയമായിട്ട് നടക്കുന്നതാ ഇവര്. അവളെ പുറത്താക്കിയാലേ ഇവനെ പുറത്താക്കിയ പോലാ. ഇവനെ പുറത്താക്കിയാലേ നീ പക്ഷെ ഒരാളെ കൂടെ പുറത്താക്കേണ്ടി വരും. ഈ എന്നെ എന്റെ മോനും മരുമോളും ഉള്ളിടത്തോളം കാലമേ ഞാനോട് ഉണ്ടാവും. രാഘവേട്ടൻ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങള്, എന്റെ സ്വപ്നങ്ങള്, എന്റെ ചിന്തകള് അതെല്ലാം നഷ്ടപ്പെടുത്തിയത് ദൈവത്തിയ. അതിനെനിക്ക് എന്റേതായ രീതിയിൽ ഒരു സമാധാനം കിട്ടണം. അതിന് ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ല. പക്ഷെ എനിക്ക് മനസ്സമാനം കിട്ടണമെങ്കിലേ ഇവർ രണ്ടുപേരും അകത്ത് കയറണം. മോളെ, നീ ഇങ്ങോട്ട് കയറി വാ. ഇവിടെ അങ്ങനെ പലതും പറയും. ഈ വീട്ടിലെ മരുമോളാ നീ, എന്റെ മോന്റെ ഭാര്യ. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ നിനക്ക് ഈ വീട്ടിൽ കയറാൻ അർഹതയുണ്ട്. ഇങ്ങോട്ട് കയറി വാ. നീ ഇങ്ങോട്ട് കയറി വാ. ഇങ്ങോട്ട് കയറി. അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് രാഘവേട്ടന് മനസ്സിലാവില്ല. പക്ഷെ നിനക്കത് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ ഇതിനകത്ത് കയറാൻ പാടില്ല. കയറിയ എന്റെ മകന്റെ ആത്മാവ് ഒരു കാലത്ത് നിന്നോട് പൊറുക്കില്ല. കേട്ടോ മക്കളെ, നിങ്ങൾ എന്തിനാ ഈ ബോധത്തോളം പറയുന്നത് കേൾക്കുന്നേ? സ്വന്തം മോനോട് വടിപോലെ കൺമുമ്പിരിക്കുമ്പോ അവൻ ഭൂമി ജീവിച്ചിരിപ്പില്ലെന്ന് പറയുന്ന ഒരു അമ്മയോടെ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. അതിനെ എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിനകത്തോട് കയറിപ്പോ. അവളതൊക്കെ പറയും, ഇതിനപ്പുറവും പറയും. ചുമ്മാ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്, ഞങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. അതോടെ മക്കളെ.